നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഭർത്താവ് തനിക്ക് നൽകിയ ക്രൂരപീഡനങ്ങൾ മാത്രമല്ല, കൊടിയ ബാധ്യതയിൽ നിന്നും മോചനം നേടാൻ യുഎയിലേക്ക് എത്തിയ മലയാളി യുവതിക്ക് സംഭവിച്ച ക്രൂരതയിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രവാസ ലോകം. അമ്മ ഇനി തങ്ങളെ പരിപാലിക്കാൻ ഉണ്ടാകില്ല എന്നത് വിശ്വസിക്കാനാകാതെ വേദനയിൽ കഴിയുകയാണ് രണ്ട് മക്കൾ. കൊല്ലം തിരുമുല്ലാവരം പുന്നത്തല അനുഗ്രഹയിൽ ചന്ദ്രശേഖരൻ നായരുടെ മകൾ സി വിദ്യാചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ ലഭിച്ച ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെ പ്രതിയായ ഭർത്താവ് തിരുവനന്തപുരം നേമം സ്വദേശിനി യുഗേഷ് ദുബായിൽ അപ്പീൽ കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി തള്ളുകയായിരുന്നു. ജീവപര്യന്തം ശിക്ഷ വിധിച്ച അപ്പീൽ കോടതിയും 25 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പ്രതിയെ നാടുകടത്താനും ഉത്തരവിടുകയായിരുന്നു. 2019 സെപ്റ്റംബർ 9 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഓണം ആഘോഷിക്കാൻ വിദ്യ നാട്ടിലേക്ക് പുറപ്പെടാനിരിക്കെയായിരുന്നു യുഎയിലെ മലയാളി സമൂഹത്തെ ഞെട്ടിച്ച കൊലപാതകം. സംഭവ ദിവസം രാവിലെ അൽഖൂസിലെ കമ്പനി ഓഫീസിലെത്തിയ യുഗേഷ് വിദ്യയെ പാർക്കിങ്ങിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പലതും പറഞ്ഞ് ഇരുവരും തമ്മിൽ തർക്കമായി. തുടർന്ന് യുഗേഷ് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് 3 പ്രാവശ്യം വിദ്യയെ കുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം കടന്നുകളഞ്ഞ ഇയാളെ മണിക്കൂറുകൾക്കകം ജബൽ അലിയിൽ നിന്ന് പോലീസ് പിടികൂടി. മൃതദേഹത്തിനടുത്ത് നിന്ന് കുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തു. 16 വർഷം മുൻപ് വിവാഹിതരായ ഇരുവരും തമ്മിൽ സ്വരച്ചേർച്ചയിലായിരുന്നില്ല. കൊലയ്ക്ക് 1 വർഷം മുൻപായിരുന്നു വിദ്യ ജോലി തേടി യുഎയിലെത്തിയത്. 16 വർഷം മുൻപ് വിവാഹം, തുടർന്ന് പീഡനം. വിവാഹത്തിന് ശേഷം യുഗേഷ് വിദ്യയെ പലതും പറഞ്ഞ് പീഡിപ്പിക്കുകയായിരുന്നു. ഭാര്യയെ സംശയമുണ്ടായിരുന്നതാണ് ഇരുവരുടെ ദാമ്പത്യം തകരാനും ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കാനും കാരണമായത്. പീഡനം സഹിക്കാതെ വിദ്യ നാട്ടിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇരുവരെയും കൗൺസിലിംഗിലും വിധേയരാക്കി. യുഗേഷ് വിദ്യയുടെ പേരിലെടുത്ത 10 ലക്ഷം രൂപയുടെ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ ജോലി രാജിവെച്ചായിരുന്നു 1 വർഷം മുൻപ് വിദ്യ ദുബായിലെത്തിയത്. വിദ്യ അറിയാതെ അവരുടെ സ്വത്ത് പണയം വെച്ചായിരുന്നു വായ്പ എടുത്തതെന്ന് സഹോദരൻ വിനയചന്ദ്രൻ ആരോപിച്ചിരുന്നു. ദുബായ് അൽഖൂസിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഫിനാൻസ് വിഭാഗത്തിലെ വിദ്യ ജോലി ചെയ്തത്. 10-11 ക്ലാസ് വിദ്യാർത്ഥിനികളായ 2 പെൺമക്കൾ നാട്ടിൽ വിദ്യയുടെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. അമ്മ ഓണം ആഘോഷിക്കാൻ തങ്ങളോടൊപ്പം എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇരുവരും. എന്നാൽ കണ്ണീരിന്റെ കയ്പുനീർ നിറഞ്ഞ ഓണമായിരുന്നു ഇവരെ കാത്തിരുന്നത്. കൊലയ്ക്ക് 1 മാസം മുൻപ് യുഗേഷ് സന്ദർശക വിസയിൽ യുഎയിലെത്തി. 3 പ്രാവശ്യം വിദ്യയെ കണ്ടുമുട്ടുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും വിദ്യയുടെ കുടുംബം അറിഞ്ഞിരുന്നില്ല. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യയെ ഏറെ നേരമായിട്ടും തിരിച്ചു വരുന്നത് കാണാത്തതിനാൽ താൻ ഏറെ നേരം മൊബൈലിലേക്ക് വിളിച്ചെന്നും മറുപടി ലഭിച്ചില്ലെന്നും കമ്പനി മാനേജർ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. തുടർന്ന് ഓഫീസ് ഡ്രൈവറെ അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. ഇയാളാണ് വിദ്യ പാർക്കിങ്ങിൽ കുത്തേറ്റ് കിടക്കുന്നത് ആദ്യം കണ്ടത്. ഉടൻ മാനേജറെ വിളിച്ച് കാര്യം അറിയിച്ചു. താൻ വന്നു നോക്കിയപ്പോൾ വിദ്യ പാർക്കിംഗ് ലോട്ടിൽ കുത്തേറ്റ് കിടക്കുന്നത് കണ്ടെന്നും മരിച്ചിരുന്നുവെന്നും ഉറപ്പാണെന്ന് മാനേജർ മൊഴി നൽകി. ഫെബ്രുവരിയിലായിരുന്നു കേസിന്റെ വിചാരണ ആരംഭിച്ചത്. ജൂലൈയിൽ കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവും തുടർന്ന് നാടുകടത്താനും വിധിച്ചു. ഇതിനെതിരെ പ്രതി അപ്പീൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.